ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ കൂടുതൽ ഇട്ടേക്കുന്ന ഷോർട്സാണ്. അതുമാത്രമല്ല ഒരുപാടധികം ബ്രേക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റീസണും പ്ലസ് ഇന്നത്തെ വീഡിയോ കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഏകദേശം പറഞ്ഞ ഒരു 8 ദിവസം ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇടാണ്ട് വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ സെമ്മിൻ്റെ എക്സാം, സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അതിൻ്റെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ പഠനത്തിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോണ്ടൻറ്റൊന്നും ഞാൻ അധികം ഉണ്ടാക്കുന്നത്. കോണ്ടൻറ്റിൻ്റെ കുറേ ഐഡിയാസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞാൽ ഇനി വീണ്ടും ഓരോന്നായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ട്. എൻ്റെ ലൈക്കും സപ്പോർട്ടും കമൻസും ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ കണ്ടിന്യൂസ് ആയി കാണാനൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബ് ചാനലിലൊരു പേജുണ്ട്, അതും കൂടി ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൂണിലായിരുന്നു എക്സാം ആണ്. ശരിക്കും പറഞ്ഞാൽ ഏപ്രിലിൽ ഫിക്സ് ചെയ്താണ്, അത് മെയിലേക്ക് ഷിഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ജൂണിലേക്കായി. അത് ഇൻറ്റേർണൽ എക്സാംസ് എന്ന് വെച്ചാൽ മെയിൽ ശരിക്കും കൺഫേം ആയത് മെയിലായിരുന്നു. കാരണം സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഇൻറ്റേർണൽസിൻ്റെ എക്സാംസും മറ്റു കാര്യങ്ങളായതുകൊണ്ടാണ് മെയിൽ നടക്കേണ്ട സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ജൂൺ 2 തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് തീരെ എന്താ പറയുക, എക്സാംസിൻ്റെ ആ തിരക്കിലായതുകൊണ്ടും സ്കൂൾ ഓപ്പണിങ്ങും അതൊക്കെ കാരണം കൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു കുറച്ച് ദിവസമായി. ശരിക്കും പറഞ്ഞാൽ മെയ് ലാസ്റ്റ് തൊട്ട് ഞാൻ ഭയങ്കര സ്റ്റഡീസിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ഏകദേശം കഴിഞ്ഞു. 4 ദിവസം കൂടുതലായി ഈ വീഡിയോ ഇടണമെന്ന് കരുതി, പക്ഷേ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഫ്രീ ആയി കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിൻ്റെ ഒപ്പീനിയനായിട്ട് കൊണ്ടുവരാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പേഴ്സൊക്കെ ഉണ്ട്. മൊത്തം 6 വിഷയങ്ങളാണുള്ളത്. ഈ ടോപ്പിക്കിൽ 6 വിഷയങ്ങളാണുള്ളത്. ഞാൻ എടുക്കുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ബേസാണ്. അപ്പോൾ എൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസമാണ് എൻ്റെ മേജറായിട്ടുള്ളത്. മേജർ ട്രാവൽ ആൻഡ് ടൂറിസമാണ്. അപ്പം ട്രാവൽ ആൻഡ് ടൂറിസം ഫസ്റ്റ് ദിവസം, പിന്നെ 2 മൈനേഴ്സ്, പിന്നെ നമ്മളെ സാധാരണ പോലെ AEC 1, AEC 2, AEC 3, 4, പിന്നെ MDC. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ടൈം ടേബിൾ വൈസ് ഉണ്ടായിരുന്നത്. 12-ാം തീയതിയാണ് ശരിക്കും അവസാനിച്ചിരുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ട്രാവൽ ആൻഡ് ടൂറിസമാണ്. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഷീറ്റായിരുന്നു ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം എന്താ പറയുക, ഞങ്ങളെ പഠിപ്പിച്ച സിലബസിൽ നിന്ന് ശരിക്കും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വന്നതുപോലെ എനിക്ക് തോന്നി. ചില വേർഡ്സൊക്കെ മനസ്സിലാവും. പക്ഷേ ഫസ്റ്റ് സെമ്മിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഞങ്ങൾ അന്തം പോയി ഇരിക്കുകയും സത്യം പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത് ഫസ്റ്റ് സെമ്മിൽ മനസ്സിലായിരുന്നു. പക്ഷേ സെക്കൻഡ് സെമ്മായപ്പോൾ പഠിപ്പിച്ച കാര്യമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വന്നുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു 2 എന്ന് വെച്ചാൽ നമ്മുടെ മൈനേഴ്സിനും മേജറിനും 2 മണിക്കൂറാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈ 2 മണിക്കൂറിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ 10, 18, 19 ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കണം. അതിൽ 10 മാർക്കിൻ്റേതുണ്ട്, 6 മാർക്കിൻ്റേതും 3 മാർക്കുണ്ട്. ഈ 6ഉം 10ഉം തന്നെ എഴുതാൻ തന്നെ വേണം 3/4 മണിക്കൂർ. പിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് സില്ലി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് മാക്സിമം അതിന് കുറച്ച് സമയം കിട്ടാറുള്ളൂ. ബാക്കിയെല്ലാം എഴുതി തീർക്കുമ്പോൾ തന്നെ 1.5 സമയം അതിന് വേണ്ടി വയ്ക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ് ഏറ്റവും ടഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നന്നായിട്ട് എഴുതാനുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് ഈ ട്രാവൽ ആൻഡ് ടൂറിസം. എന്ത് വേണേൽ നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാവുന്ന ഏരിയ ആയിരുന്നു ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ളത്. പക്ഷേ എഴുതാൻ കിട്ടണം കേട്ടോ, നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഇത്തിരി ടഫായെന്ന് തോന്നിയത് മൈനർ 3 ആയിരുന്നു. ട്രാവൽ നാറേറ്റീവ്സ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കോണ്ടന്റ് ക്രിയേഷൻ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോണ്ടന്റ് ക്രിയേഷനാണ്. അപ്പോൾ അതിൽ ട്രാവൽ നാറേറ്റീവ്സ് ആയിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് സെമ്മിലത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. കുറച്ച് ടഫായി. കാരണം ട്രാവൽ നാറേറ്റീവ്സ് വെച്ച് ട്രാവലാണ് ഞങ്ങൾ പഠിക്കുന്നതിൽ പോലും ട്രാവലിൻ്റെ വ്ലോഗും മറ്റു കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ സ്ഥലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസിനെ കുറിച്ച്. അതായത് ഞങ്ങളുടെ ഈ സെമ്മിൻ്റെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. പക്ഷേ എന്നാലും ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ആൻസേഴ്സ് ബിൽഡ് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും ഈ 2 മണിക്കൂറിനോട് തന്നെ ഞാനിത് എഴുതി തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സാണ് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ മര്യാദയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. മാക്സിമം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്ലാസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൊട്ടിപ്പോയത്.
അപ്പോൾ പിന്നുള്ളത് എന്താണ് മൈനർ 4 പ്രൊഫഷണൽ സ്കിൽസ് ഇൻ ഡിജിറ്റൽ മീഡിയ എന്നാണ് ഞങ്ങളുടെ കോഴ്സിൻ്റെ പേര്. ഇപ്പോൾ ഏകദേശം പറയുന്നത് നല്ല രസമായിട്ടുള്ള എന്ന് വെച്ചാൽ മൈനർ 3നേക്കാളും കുറച്ചൊരു ബെറ്റർ ആയിരുന്നു മൈനർ 4 എന്ന് വെച്ചാൽ. ഏകദേശം ഓൺലൈൻ സംഭവമുണ്ട്, ഓൺലൈൻ മീറ്റിങ്സും ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ സ്കിൽസാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ന്യൂസ് ആങ്കറിങ് എന്ന് വെച്ചാൽ ഡെയിലി നടക്കുന്ന എന്തെങ്കിലും ഒരു ഡിജിറ്റൽ കണക്ടിവിറ്റി ആയിട്ട് കണക്റ്റ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ AI വെബ് ടൂൾസ്, നമ്മുടെ ന്യൂസ് ആങ്കറിങ്, ബ്രോഷേഴ്സ്, നമ്മുടെ മാഗസീൻസ്, ഇതെല്ലാം നമ്മൾ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി വീക്കിൽ വെച്ച് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടും കുറച്ചധികം എന്താണ് സിംപ്ലിസിറ്റി ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇതിനകത്ത് വന്നത്. അതുകൊണ്ട് തന്നെ സത്യം എല്ലാവർക്കും ഈ ഒരു പോർഷൻ ടഫായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൽ ഇത്രയും കൂടി ശ്രദ്ധ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനും. സത്യമായിട്ട് ഞാൻ അതിൽ കുറച്ച് ശ്രദ്ധ ഏൽപ്പിച്ചതുകൊണ്ടും കുറച്ച് ഈസി ആയിട്ട് പോയിൻറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്ത് വെച്ചതുകൊണ്ടും എനിക്ക് ഇതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. മൈനർ 3 ട്രാവൽ നാരറ്റീവ്സിനേക്കാളും ബെറ്റർ ആയത് പ്രൊഫഷണൽ സ്കിൽസിലായിരുന്നു. പിന്നെ അത് AC ഇംഗ്ലീഷായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിലാകെ 3 കാറ്റഗറി ക്വസ്റ്റ്യനുള്ളൂ. ഒന്ന് കോമ്പ്രഹൻഷൻ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 6ഉം 10ഉം സത്യം പറഞ്ഞാൽ നല്ല സിമ്പിളായിരുന്നു. കുറേ ടഫായിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഈസിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ 10 മാർക്കിൻ്റെയും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രണ്ടും എന്താണ് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നാണ്. പിന്നുള്ളത് കോമ്പ്രഹൻഷൻ ക്വസ്റ്റ്യൻ. ഞാനൊന്നും പറയില്ല, 1.5 പേജാണ് കോമ്പ്രഹൻഷൻ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 1.5 പേജ്. ഈ 1.5 പേജ് വായിച്ച് 1.5 പേജിൻ്റെ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ തർജ്ജമ അതേപടി ഇംഗ്ലീഷിലേക്ക് ചേർത്ത് വെച്ചാണ് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് വായിക്കാൻ തന്നെ വേണം 3-4 തവണയെങ്കിലും വായിച്ചാൽ ഇതിനകത്ത് ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് 6 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ 1.5 മണിക്കൂർ സമയം പോകും. പിന്നെ ഈ ഒരു സാധനം വായിക്കാനാണെങ്കിൽ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു 6ഉം 10ൻ്റെയും വെച്ച് നോക്കുകയാണ്. പിന്നെ ഈ സെറ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നാണ് എന്നെ ഏറ്റവും ടഫ് ഉണ്ടായിരുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂർ വെച്ചാൽ ഇംഗ്ലീഷിലും ഹിന്ദിക്കും MDCക്കൊക്കെ 1.5 മണിക്കൂറോളം. അതിൽ1 മണിക്കൂർ എന്തായാലും ബാക്ക് ക്വസ്റ്റ്യൻസിന് പോകും. പിന്നെയുള്ള അരമണിക്കൂറാണ് ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അതും ഒരുപാട് ടഫാണ്. നല്ലൊരു ടഫ് പോർഷൻ എന്ന് പറയുന്നത് കോമ്പ്രഹൻഷൻ ഏരിയ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല, കുറച്ചധികം കഷ്ടപ്പാടായിരുന്നു ഈ ഒരു സെറ്റ് വായിച്ചെടുക്കാൻ. അതിന് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക, അതിൽ നിന്നും ആൻസേഴ്സ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് സെക്ഷൻ A എന്തായാലും പോയിട്ട് എനിക്ക് ഉറപ്പായി. ബാക്കി Bയും Cയും വെച്ചിട്ടാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. എന്തായാലും സപ്ലൈ അടിക്കുക എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം. പിന്നെയുള്ള ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടഫ് ആൻഡ് ഈസിയസ്റ്റ് ആയിട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഹിന്ദിയിൽ നല്ല വീക്കാണ്. ഫസ്റ്റ് സെമ്മിൽ തന്നെ എങ്ങനെയാണ് ഇത് പാസ് ഔട്ട് ആയെന്ന് എനിക്ക് പിടിയില്ല. കാരണം അത്ര എനിക്ക് എന്താ പറയുക, ഞാൻ 10th ഉപേക്ഷിച്ച ഹിന്ദി ഞാൻ ഡിഗ്രിക്ക് വന്നപ്പോഴാണ് വീണ്ടും ഹിന്ദി എടുത്തത്. എന്ന് വെച്ചാൽ 2 വർഷത്തെ ഗ്യാപ്പ്, 2 വർഷം +1 +2 ആ ഹിന്ദി ടച്ച് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഹിന്ദിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ശരിക്കും ഡിഗ്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില വേർഡ്സ് പിക്ക് ചെയ്യാനോ വായിക്കാനോ അതിനൊക്കെ ടച്ച് ഒരുപാട് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഈ ഹിന്ദി ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. ഹിന്ദി ക്ലാസ് എന്നിട്ട് +1 +2 ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് എഴുതി പഠിച്ച് അത് കാണാണ്ട് പാടാൻ പഠിച്ച് പിന്നെ ആ ഒരു ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിലെ ആ സ്കോർ കീപ്പ് ചെയ്യണത്. അങ്ങനെയാണ് ശരിക്കും ഹിന്ദി പഠിക്കേണ്ടതും. പക്ഷേ എനിക്കതിനുള്ള മര്യാദയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ടും ഒരു ഇടിപിടി പഠിച്ചുകൊണ്ടും ഞാൻ മെയിലൊക്കെ പകുതിയായപ്പോൾ തുടങ്ങി ഞാൻ ഹിന്ദി നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് എനിക്ക് ഹിന്ദിയിൽ എന്താ ടോപ്പിക് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടും ഹിന്ദിയിലും വന്നിരിക്കുന്നത് ഈസിയസ്റ്റ് ആയിട്ടും ചെറിയ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെനിക്ക് നല്ലൊരു സമാധാനം തന്നിരുന്നു. ഭയങ്കരമായിട്ട് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിട്ട് പോലും ഭയങ്കര സിമ്പിളായിട്ടുള്ള SAC എന്നാണ് ഞങ്ങൾക്ക് വന്നത്. 10 മാർക്കിൻ്റെ ആണെങ്കിലൊക്കെ essay നല്ല സിമ്പിളായിരുന്നു. ഞാൻ പഠിച്ചൊരു ടോപ്പിക്കിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ 6 മാർക്കിൻ്റെ 3 essay ഉണ്ടായിരുന്നു. ആ 3 essayയും ഏറ്റവും സിമ്പിളായ വേർഷനായിട്ടുള്ള ഒന്നാണ് തന്നത്.
പിന്നെ ഉള്ളത് എന്താണ് ഇംഗ്ലീഷിന് ഹിന്ദിയിലേക്കാണെന്നും അത് അന്ന് ഇന്നും പൊട്ടുന്ന അവസ്ഥയാണ്. എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെ എഴുതിയോ അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വർത്തമാനകാലം ഉണ്ടായിരുന്നു, ഗ്രാമർ എന്താ ഞാൻ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഒക്കെ അറിയാൻ പറ്റുന്നു. 10ഉം നല്ല രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഇതിന് എത്ര മാർക്കുണ്ട്? 16 മാർക്ക്, 2 മാർക്കിൻ്റെ 16 മാർക്ക് കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ 16 മാർക്ക് കിട്ടാൻ ഈ 10 ദിവസത്തിന് എഴുതണമെന്നില്ല. നമ്മൾ 16 മാർക്കിന് 8 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മാത്രം മതി. പക്ഷേ ആ 8 ക്വസ്റ്റ്യനിലും 16 മാർക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് 2 ക്വസ്റ്റ്യൻസ് എഴുതി 16 ആക്കാൻ തയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിലബസ് ശരിക്കും ഫുള്ളടിക്കാൻ നല്ല രസമാണ്. നന്നായിട്ട് പഠിച്ച് നല്ലപോലെ മാർക്ക് കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫുള്ളടിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റില്ല. എന്തായാലും പാസ്സാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ അത് MDC എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്ര ടഫാണ്, നല്ല ടഫ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടഫായിരുന്നു. കാരണം ഞാൻ കൂടുതലും ഈ സെമ്മിലെന്ന് പറയണത്, കഴിഞ്ഞ സെമ്മിലാണ് മൊത്തം മാത്തമാറ്റിക്കലിൻ്റെ ഗെയിമാണ്. കാരണം മാക്സിമം എന്താ പറയുക പ്രോബ്ലംസിൻ്റെ ഒരു ഗെയിമായി, ഒരു താവളമായിരുന്നു ശരിക്കും പറഞ്ഞാൽ MDC. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് റിവേഴ്സായി, മൊത്തം തിയറി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തിയറി മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ പ്രോബ്ലംസാണ് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തില്ല. ഞാൻ എന്താ വെച്ചാൽ കോംപ്ലക്സീവായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ഭയങ്കര ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് മാത്രമേ ഈ സെമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കാറ്റഗറൈസ് ചെയ്തുള്ളൂ. പിന്നെ പ്രൂവ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൂവ് ക്വസ്റ്റ്യൻസ് ഞാൻ മര്യാദയ്ക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൂടിയില്ല. അതുകൊണ്ട് എനിക്ക് പ്രൂവ്സിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടത്. സെക്ഷൻ ബി എന്നിട്ട് സെക്ഷൻ ബിയും സെക്ഷൻ സിയും നല്ലപോലെ എഴുതാനുണ്ടായിരുന്നു. അത് മൊത്തം തീരെ എഴുതുകൊണ്ട് ഞാൻ തകർത്ത് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പറയണില്ല. പിന്നെയുള്ള സെക്ഷൻ എയിൽ എന്താ പറയുക, സെക്ഷൻ ബിയിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റ്, 2 ഇവൻറ്റ്സും പ്രൂവ് ചെയ്യാനായിരുന്നു. അത് ഞാൻ അടുത്ത സ്പോട്ടിൽ തന്നെ പൊട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് മാർക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം. എന്തായാലും എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. 2 സ്റ്റേറ്റിനെ പ്രൂവ് ചെയ്യാനാണ് ഞാൻ ആദ്യം പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ പ്രൂവ് ക്വസ്റ്റ്യൻസ് പേഴ്സൺ എന്തായാലും പൊട്ടി അവസാനം ബാക്കി എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് 2 മാർക്കിന് ഒപ്പമുള്ളതാണ്. അത് ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസിന് എഴുതിയിട്ടുണ്ട്, സ്റ്റെപ്സൊക്കെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻസർ എത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളവരും എന്താ പറയണ പോലെ തിയറീസ് ആയിരുന്നു. അപ്പോൾ തിയറീസ് എല്ലാം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പ്രൂവ് ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് കുറച്ച് ടഫായി തോന്നി. അത് മാക്സിമം 1 മാർക്കൊക്കെ നേടാനുള്ള രീതിയിൽ അത് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അത് അവരുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ എന്താ പറയുക സെക്കൻഡ് സെമിസ്റ്റർ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇപ്പം എൻ്റെ എന്നൊക്കെ പറയണത് മൈനേഴ്സ് എന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ഓരോ മൈനേഴ്സ് ആയിരിക്കും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെയാണ് എക്കണോമിക്സ് നല്ല ടഫായെന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, എന്ന് വെച്ചാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 10 മാർക്കിൻ്റെ ലെങ്ത്തിൽ എഴുതാൻ പറ്റും. 6 മാർക്കിൻ്റെ എഴുതാൻ പറ്റിയതുണ്ടായിരുന്നു. 6 മാർക്കിൻ്റെ ഒക്കെ ശരിക്കും 2 മാർക്കിൻ്റെ എഴുതാനുള്ളൂ. അങ്ങനെ ഒരു റിവേഴ്സ് പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മാറിയെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ MDC ഇംഗ്ലീഷൊക്കെ നല്ലപോലെ മലയാളമൊക്കെയാണ് ചാപ്റ്റേഴ്സ് അധികം മനസ്സിലാവാത്തതിൻ്റെയൊക്കെ പേരിൽ ഒരുപാടധികം ഇത് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എഴുതി പഠിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. മലയാളത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ചധികം എഴുതാൻ വലിപ്പിച്ചെഴുതാൻ കുറച്ച് ടഫ് ആവുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ചിലർക്കത് ഈസിയാണ്, ചിലർക്ക് അതാണുണ്ട്. അത് ഓരോരുത്തരും പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് ഇതുപോലെ തന്നെ എക്കണോമിക്സും ഇതൊക്കെ മാത്രമല്ല, ഒരുപാടധികം മൈനേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് എല്ലാവരുടെ ഒപ്പീനിയൻ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ ഒരു വീഡിയോസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇനി അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.